വെറും 1 ടീസ്പൂൺ ഓയിൽ വെച്ച് നമുക്കൊരു ഹെൽത്തി ബീഫ് സ്റ്റൂവിന്റെ റെസിപ്പി ഉണ്ടാക്കിയാലോ, അതും തേങ്ങാപ്പാലൊന്നും ചേർക്കാണ്ട്. ലെറ്റ്സ് ഗോ. ഞാനിവിടെ ചെറുതാക്കി അരിഞ്ഞ 1 കിലോ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു പിടി സവാള അരിഞ്ഞിട്ട് കൊടുക്കാം, 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം, 4 ഏലക്ക, 4 ഗ്രാമ്പു, 1 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം, കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം, മീഡിയം കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം, 1.5 ടീസ്പൂൺ ഉപ്പും 1.5 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുക്കറിൽ നമുക്കൊരു 3 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. ആഹാ സെറ്റ്. ബീഫ് ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ബ്ലെൻഡറിലേക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം, 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം, 2 വെളുത്തുള്ളിയുടെ അല്ലി ഡൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം, സ്ലൈസ് ചെയ്ത് ഒരു പിടി സവാളയും 1/4 കപ്പ് വെള്ളം പകുതി നാരങ്ങയുടെ നീരും ഇട്ട് നമുക്ക് നല്ലോണം ഇനി ആ മിക്സർ ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ സ്ലറി ഉണ്ടാക്കിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്ന് തിളച്ച് കുറുകി വന്നാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പ്ലേറ്റ് ചെയ്യാം കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കുന്നതിന്റെ ആ ടേസ്റ്റ് ഒന്നും വരില്ല. എന്നാ പിന്നെ അപ്പൊ ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. നല്ല ചൂടുണ്ട്. ഇച്ചിരി ചാറും കൂടെ എടുത്തിട്ട് ഉപ്പ് ഒരു ഇച്ചിരി കുറഞ്ഞു പോയി. നിങ്ങളത് നോക്കിയിട്ട് ലാസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി കേട്ടോ. പുട്ടിന്റെ കൂടെയൊക്കെ ഈ സ്റ്റൂ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. അടിപൊളിയായിരിക്കും. അപ്പൊ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോ ശരി.